അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും മുസ്ലിം ടെക് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മേറെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ ദുരന്തം നാം സാക്ഷിയായവരാണ്. പക്ഷേ ആ ദുരന്തത്തിൽ തന്നെ നമുക്കൊരുപാട് അഭിമാനിക്കാൻ മാത്രം കേരളീയ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഓർമ്മകളും കേരളത്തിലെ നല്ലവരായ ആളുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ദുരന്തത്തിലകപ്പെട്ട ഒരുപാട് ആളുകൾക്ക് നല്ല രൂപത്തിലുള്ള സഹായങ്ങൾ നമുക്ക് കാണാനും കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് സംഖ്യകൾ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് പണമായിട്ടും അതുപോലെ തന്നെ ഭക്ഷണമായിട്ടും സാധനങ്ങളായിട്ടും അങ്ങനെ ഒരുപാട് എന്താണോ അവിടെ അകപ്പെട്ട ആ ദുരിതബാധിതർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അകമഴിഞ്ഞ് എല്ലാ ജില്ലകളിലും ജില്ലക്ക് പുറത്തും അങ്ങനെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നാം കാണുന്നത്, ചർച്ച ചെയ്യുന്നത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് പോത്തുകൽ ചെമ്മൻകൊല്ലി സ്വദേശി ബിനോയ് യോഹന്നാനിൻ്റെ മകൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഗ്രിത എന്ന പെൺകുട്ടി തൻ്റെ ഒരു വർഷത്തെ അധ്വാനം, ഒരുപാട് കാലങ്ങൾ കൊണ്ട് സ്വപ്നം കാണുന്ന സൈക്കിൾ എന്ന മോഹം ഒരു നിമിഷം വയനാട്ടിലെ പിഞ്ചു കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു കാഴ്ച നമ്മെ ഏറെ സങ്കടപ്പെടുത്തുകയും അതിലേറെ അഭിമാനിക്കാൻ നമുക്ക് പ്രാപ്തരാക്കുന്ന ഒരു രൂപമാണ് കാണാൻ സാധിക്കുന്നത്. 5000 രൂപയാണ് ആ അഗ്രിത എന്ന പെൺകുട്ടി അതിനായി നൽകിയത്. എങ്ങനെയാണ് ഈ പണം കണ്ടെത്തിയത് എന്ന ചോദ്യത്തിന് മറുപടി, ഒരു വർഷമായി ഞാൻ എനിക്ക് ലഭിക്കുന്ന എൻ്റെ അച്ഛൻ്റെ കടയിൽ ഞാൻ പോയി എനിക്ക് ലഭിക്കുന്ന 10ഉം 20ഉം രൂപയുടെ നോട്ട് തെട്ടുകൾ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഈ ഒരു പൈസ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അത് ഞാൻ എൻ്റെ വയനാട്ടിലെ കുട്ടികൾക്ക്, എൻ്റെ ആഗ്രഹത്തേക്കാൾ വലുത് എൻ്റെ വയനാട്ടിലെ കുട്ടികളാണ്, അവരെ ഞാൻ സഹായിക്കുന്നു. എനിക്കും ഒരു നാൾ ഇങ്ങനെ ഒരു വിപത്ത് സംഭവിക്കുമ്പോൾ എന്നെ സഹായിക്കാനും ഇതുപോലെ ആളുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി വളരെയധികം അഭിമാനത്തോടെയും സന്തോഷത്തോടു കൂടിയും ആ പണം നൽകുന്നുണ്ട്. വയനാടുകളുടെ കുട്ടികളുടെ മുന്നിൽ സൈക്കിളൊന്നുമല്ല, അതായത് ആ പിഞ്ചു കുട്ടികളുടെ മുന്നിൽ എൻ്റെ ആഗ്രഹമായ ഈ സൈക്കിളൊന്നുമല്ല, അവരുടെ പഠനം, അവരുടെ ജീവിതം, അവർക്ക് നഷ്ടമായത്, അതൊക്കെയാണ് ഏറ്റവും വലുത്. അവർക്ക് ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മകളുടെ ആ ഒരു വാക്കുകൾ നമ്മെ ഏറെ വളരെയധികം നമുക്ക് സന്തോഷഭരിതമാക്കുന്നു. ആ കുട്ടിയുടെ വാക്കിലേക്ക് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരുപാട് ആഗ്രഹമായിരുന്നു സൈക്കിൾ വാങ്ങണമെന്ന്. അതിൽ ഈ വാർത്തയൊക്കെ ഇങ്ങനെ കേട്ടതോടെ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഇതിനായിട്ട് എനിക്ക് പൈസ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ക്യാമ്പിലേക്ക് പൈസ കൊടുത്തതാ. അതുകൊണ്ട് എല്ലാം കുഞ്ഞു കുട്ടികൾക്കും പഠിക്കാനും എല്ലാത്തിനും പറ്റട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഭയങ്കരമായിട്ട് വേണ്ടത്. എനിക്ക് പിന്നെ അടുത്ത വർഷമായിട്ട് സൈക്കിൾ വാങ്ങിയാലും മതി. അതുകൊണ്ട് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സൈക്കിൾ വാങ്ങാന്നുള്ളത്. അതെ, എനിക്ക് ഭയങ്കരമായിട്ട് സൈക്കിൾ വാങ്ങണം, ഇവർക്കൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കൊണ്ടാക്കണം എന്നൊക്കെ സ്കൂളിലേക്കൊക്കെ എനിക്ക് ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ സൈക്കിൾ വാങ്ങാൻ വേണ്ടി ഞാൻ തന്നെ കടയിൽ പോയി കച്ചവടം കളക്ട് ചെയ്ത പൈസയാണ് ഞാൻ ഇപ്പോൾ കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അച്ഛൻ്റെ കടയിൽ മകൾ നിന്ന് അങ്ങനെ പൈസ അവിടുന്ന് കിട്ടുന്നതൊക്കെ എടുത്തു വെച്ചതാണ്. എങ്ങനെയാണ് ഈ ഇത്ര രൂപയിലേക്ക് എത്തിയത്? അത് ഈ 10 20 നോട്ട് ഞാൻ കളക്ട് ചെയ്യും. ഓരോ ദിവസം സ്കൂളില്ലാത്ത ദിവസം ഞാൻ ശനി ഞായർ അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ കടയിൽ പോയി ഒറ്റയ്ക്ക് ഒന്ന് കച്ചവടമൊക്കെ ചെയ്യും. പിന്നെ ഒരു ദിവസം ഇപ്പോൾ വൈകുന്നേരം ഞാൻ ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ അപ്പോൾ വൈകുന്നേരം ഞാൻ കച്ചവടം ചെയ്യും. അങ്ങനെയുള്ള പൈസയൊക്കെയാണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ ആ കണ്ണീരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ കുട്ടി എത്ര ആത്മാർത്ഥമായാണ് തൻ്റെ സഹായ ഹസ്തങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ പിഞ്ചു കുട്ടികൾക്ക് നൽകിയത് എന്നുള്ളത്. ഒരിക്കലും ആ പിഞ്ചു മനസ്സിൽ കാപഢ്യമോ മറ്റൊന്നും ആഗ്രഹിച്ചല്ല. ആ കുട്ടികളെയും ആ നാടിനെയും കണ്ട് അങ്ങനെ ഒരു മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു മകളെ കിട്ടിയത് വളരെയധികം അഭിമാനിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ മക്കളെയും ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിലേക്ക് ചിന്തിക്കുന്നതും നന്മയുള്ള ഒരു സമൂഹത്തിൻ്റെ വാക്താക്കളാക്കി സൃഷ്ടിക്കപ്പെടാൻ മാത്രമുള്ള യോഗ്യതയിലേക്ക് മാറ്റുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.